ഓ ഒന്ന് വന്നേ. എന്താ കേട്ടാ ടാടാ. എല്ലാ കള്ളുകൂടി സഭയിലും ഉണ്ടാവും ടച്ചിങ് സീൻ എങ്ങനെ ഒരുത്തൻ. രണ്ടെണ്ണം അടിക്കുന്ന? ഇല്ല, ഞാൻ പകലടിക്കാറില്ല, രാത്രിക്ക് നീ തക്ക സമയത്ത് അവനെ വീട്ടിൽ വന്ന, അല്ല ഞാൻ പെട്ടുപോയനെ. ഇതിപ്പോ നീ ഉള്ളോണ്ട് മദ്യവും കാറ് ബാറും ഒക്കെ എനിക്ക് കിട്ടിയില്ലേ. രഘുവേട്ടാ, ഈ വിനയൻ മറ്റുള്ളവരൊക്കെ അത്യാവശ്യം സഹായിക്കാൻ മനസ്സുള്ളവരാണ്. പക്ഷെ ആരും ഇതുവരെ മനസ്സിലാക്കിയില്ല നമ്മൾ. ഇതിനേക്കാൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള മനസ്സുമായിട്ട് ഞാൻ രഘുവേട്ടന് മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട് ഇല്ലേ? പക്ഷെ അപ്പോഴൊക്കെ രഘുവേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുകയും ഇപ്പോഴും എനിക്ക് നിന്നെ വലിയ വിശ്വാസമൊന്നുമില്ല. സത്യം പറഞ്ഞാലേ വേറെ വഴിയൊന്നും ഇല്ലാത്തോണ്ടാ ഞാൻ നിന്റെ സഹായം തേടി. അതെന്താ രഘുവേട്ട അങ്ങനെ ഒരു ടോക്ക്? ഞാൻ ഇത്രയും സൗകര്യം ചെയ്തു തന്നിട്ടും രഘുവേട്ടൻ എന്നെ വിശ്വാസമില്ല. എന്റെ വണ്ടിയിലിരുന്ന് ഞാൻ പോലും ഇതുവരെ മദ്യവെച്ചിട്ടില്ല. ഇതെവിടെ? പിന്നെ അതിനൊക്കെ ഞാൻ താങ്ക്സ് പറഞ്ഞല്ലോ. ആണാ? ഇനിയും പറയാം. 100 താങ്ക്സ്. ഇതിനൊക്കെ എന്ത് താങ്ക്സ് രഘുവേട്ട? പക്ഷെ ബാക്കി കാര്യങ്ങളിലെ മനസ്സിലൊന്നു വെച്ച് പുറമെ സുഖിപ്പിക്കാൻ എനിക്കറിയില്ല. നീ ചീരുവിനോട് ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കൂല. ഒരിക്കലും കേട്ടോ രഘുവേട്ടാ. എന്റെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. തെറ്റ് ചെയ്യാത്തതായി ആരുണ്ട് ഗോപു എന്ന് കേട്ടില്ലേ രഘുവേട്ടൻ? രഘുവേട്ടന് തെറ്റ് പറ്റിയിട്ടില്ലേ? ഉണ്ടല്ലോ, ഒരുപാട് തെറ്റുപറ്റിയിട്ടുണ്ട്. ഞാനിപ്പോ ചെയ്യുന്ന ഒരു തെറ്റല്ലേ. പക്ഷേ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. പെൺകുട്ടിയായി പോയതുകൊണ്ട് ഞാൻ അവളെ ആർക്കും വിൽക്കാനും നോക്കിയിട്ടില്ല. നീയേ അതുപോലും ചെയ്തവനാ. എന്റെ രഘുവേട്ട, നിങ്ങൾ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുവാണോ? അന്ന് എനിക്ക് ഇരട്ട പെൺകുട്ടികൾ ജനിച്ചതിന് വിഭ്രാന്തിയായിരുന്നു. എന്നിട്ട് ഞാൻ കുഞ്ഞിനെ വിറ്റതൊന്നും അല്ലല്ലോ. പ്രസവത്തിൽ കുഞ്ഞു മരിച്ചതിന്റെ വിഷമത്തിൽ കഴിയുന്ന എന്റെ ഫ്രണ്ടിന്റെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൊടുത്തല്ലേ? അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. നീ ഈ പറയുന്ന ഫ്രണ്ടിനെയും ഭാര്യനെയൊക്കെ ഞാൻ നേരിട്ട് പോയി കണ്ടതാണല്ലോ. എന്നിട്ടല്ലേ ചീരുവിന്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നത്. നീ അത് വിട്, നമുക്ക് പോവാം. നീ വണ്ടി എടുക്ക, ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഒരെണ്ണം കൂടി പിടിപ്പിക്കാം. പിന്നെ അവിടെ വെച്ചിട്ട് ഇതൊന്നും ആമ്പിളി ചേച്ചിയുടെ മുമ്പിൽ പറഞ്ഞേക്കല്ലേ, എൻ്റെ ജീവിതം കോഞ്ഞാട്ടേ പോകും. വിനയ, നിന്നെ തുലയ്ക്കാനാണെങ്കിലേ അതെനിക്ക് പണ്ടേ ആവായിരുന്നു. പക്ഷെ നിന്നെ പോലെ എനിക്ക് ഒരിക്കലും ആവാൻ പറ്റില്ല വിനയ. അതുകൊണ്ടാ അന്ന് നടന്ന സംഭവം ചീരുവിനെയോ അമ്മാവനെയോ അമ്പിളിയെ പോലും ഞാൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. അതാണ് രഘുവും വിനയനും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായ? കേറ്. വലിയ മാന്യൻ എൻ്റെ ഇത് കാശ് വാങ്ങി കള്ളും കുടിച്ചിട്ട് എൻ്റെ അടുത്ത് ഡയലോഗ്. നമുക്ക് പോവാം. രഘുവേട്ടൻ രണ്ടെണ്ണം കൂടി അടിക്കുന്നേ വേണ്ട, അധികമല്ലേ. നിന്റെ വണ്ടിയിൽ കള്ളനാറും. സ്വന്തം വണ്ടി എല്ലാവർക്കും പ്രിയപ്പെട്ടതാ. എന്റെ വണ്ടിയിൽ ഞാൻ ചെയ്യൂല. അത് നല്ലതാ. നീ വണ്ടി എടുക്ക. പിന്നെ എടാ, നീ നിന്റെ ഫോണില് ഇന്ദ്രനൊന്ന് വിളിച്ച എന്റെ വണ്ടി അപ്പൊ തിരിച്ചു തരുമെന്ന് ചോദിക്കാനാ. ഇപ്പൊ തന്നെ വിളിക്കണോ? പിന്നെ എടാ, വണ്ടിയില്ലാതെ എന്റെ ഒരു കാര്യം നടക്കില്ല. അതെന്റെ സന്തത സാചാര്യ. വേറെ വണ്ടി ഉപയോഗിക്കുന്നതും എനിക്കിഷ്ടമല്ല. നീ പറ്റുമെങ്കിൽ ഫോണതാ,
എന്റെ ഫോൺ എടുക്കാത്തോണ്ടാ. ഓക്കെ, ഇപ്പൊ ഞാൻ എടുത്തരാം. സോന ഇതുവരെ റെഡി ആയില്ലേ? ആ റെഡിയായി. മോൾ എപ്പോഴേക്കും വീണ്ടും സ്നഗ്ഗി നനച്ചു. ഓ, ആ പ്രതിഭയെ കൊണ്ടുവിട്ടിട്ട് സത്യനും ഇങ്ങെത്തി. എന്റെ ഇന്ദ്ര, നിന്റെ ഭാര്യയുടെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? രാഹുകാലത്തിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമോ? ഞാൻ കാരണം ഇറങ്ങാതിരിക്കണ്ട. ദാ ഈ ബാഗ് കൂടി വെച്ചേക്ക് ഇന്ദ്രൻ. മോന്റെ ഫുഡൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അവന്റെ ഫുഡും മെഡിസിനൊക്കെ അതിലുണ്ട്. ആ, പ്രതിഭയ്ക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ സത്യ? സങ്കടപ്പെട്ടിട്ട് ഇപ്പൊ എന്താ? ഡോക്ടർ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ? അവളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു യാത്ര പോവാൻ സത്യ. ആ ശരി, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. ഇറങ്ങി. വിനയനാണല്ലോ. എടുക്കാതിരിക്കുന്നത് നല്ലത്. വല്ല കൊട്ടേഷനും ആണെങ്കിലേ യാത്ര തുടങ്ങും. വിനയനല്ലേ ആള്. ശരി ഇന്ദ്രേട്ടാ, ഇപ്പൊ എടുക്കണ്ട. നമുക്ക് ഇവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം തിരിച്ചു വിളിക്കാം. അതായിരിക്കും നല്ലത്. അതെന്താ, വിനയൻ അത്രയ്ക്ക് മോശക്കാരനാണോ? അല്ല, അവനിപ്പോഴും അനന്തമാഷിന്റെ മരുമകൻ തന്നെയാണല്ലോ. അമ്മ എന്തിനാ അച്ഛനെ ആവശ്യമില്ലാതെ ഇതിലേക്ക് വലിച്ചയക്കുന്നേ? ആ വിനയൻ ചില സമയത്ത് ഒരു തലവേന തന്നെയാ. നമുക്കെന്നാ വിട്ടാലോ എന്തിരേട്ടാ? വാ. ശരിടാ. ഇതൊരു തലവേനയായല്ലോ, അവൻ തന്നെ വിളിക്കുന്നേ. എടാ എടാ, നീ ആ ഫോണിനെടുത്ത് അവനോട് എന്താണെന്നൊന്ന് ചോദിക്കടാ. ആവശ്യമുള്ളതുകൊണ്ടല്ലേ രണ്ടാമത് വിളിക്കുന്നേ. എടുത്ത് കാര്യം ചോദിക്കാൻ അത്രയ്ക്ക് സമയമൊന്നും വേണ്ടല്ലോ. ഹലോ, ആ വിനയ. വിനയനല്ല ഇന്ദ്ര, രഘുവാ. എന്റെ കയ്യിൽ ഫോണില്ലാത്തോണ്ടേ വിനയന്റെ ഫോണിൽ നിന്ന് വിളിച്ചതാ.